ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നുറുക്ക് ഗോതമ്പം കൊണ്ട് പായസം ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് നല്ല നാടൻ രുചിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് തേങ്ങാപ്പാൽ ചേർക്കാതെ പശുവും പാൽ ചേർത്തിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അര കപ്പ് നുറുക്ക് ഗോതമ്പം എടുത്തിട്ടുണ്ട്. 125 ml കപ്പിനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് വരാം. അപ്പോൾ നല്ലപോലെ കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ തയ്യാറാക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ കറിയൊക്കെ വെക്കുന്ന കുക്കറാണെങ്കിൽ നല്ലപോലെ ഒന്ന് കഴുകിയതിൻ്റെ ശേഷം എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നെയ്യ് നല്ലപോലെ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ കഴുകി വാർത്ത് വെച്ചിട്ടുള്ള ആ ഒരു നുറുക്ക് ഗോതമ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ നിന്ന് വറുത്തെടുക്കണം. ഏകദേശം ഒരു 2 മിനിറ്റോളം തന്നെ ഇങ്ങനെ വറുത്തെടുക്കുക. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. 2 മിനിറ്റോളം നമ്മൾ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇത്ര മതി. അപ്പോൾ ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് കുക്കായി കിട്ടുമ്പോൾ കുഴഞ്ഞു പോവാത്ത രീതിയിലാണ് നമുക്ക് കിട്ടുക. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 കപ്പ് നല്ല തിളപ്പിച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നുറുക്ക് ഗോതമ്പം കുക്കായി വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്കുള്ള ശർക്കരപ്പാനി തയ്യാറാക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര എടുക്കുക. അതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഗോതമ്പം ഇവിടെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. നമുക്ക് ഈ രീതിയിൽ തന്നെയാണ് കിട്ടേണ്ടത്. കറക്റ്റ് പാകമായിട്ടുണ്ട്, വെള്ളമൊന്നുമില്ല. ഇനി ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം ഇതിലേക്ക് ശർക്കരപ്പാനി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് നമുക്ക് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ ശർക്കരപ്പാനി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതാ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഈ രീതിയിലാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നല്ല തിളപ്പിച്ച 1.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കണം. ഫസ്റ്റ് നമ്മൾ കുറച്ചൊരു 1/2 കപ്പോളം പാല് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് തിളച്ച് വരുമ്പോൾ ബാക്കി കുറച്ച് ഒഴിച്ചു കൊടുക്കുക. മുഴുവനായിട്ട് പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഈ പാലൊന്ന് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതാണ് പകുതിയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഒഴിച്ചു കൊടുത്ത പാലും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ അതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പാല് മുഴുവനായിട്ട് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇത് ഇനി 2 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് നമുക്കിതൊന്ന് തിക്കായി കിട്ടണം. അപ്പോൾ അത് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത്ര മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. കാരണം ഇനി നമുക്ക് ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് തിക്കായി കിട്ടും. നെയ്യിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസത്തിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും നമുക്കിത്. തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത് ടൈം കളയേണ്ട ആവശ്യമൊന്നുമില്ല. പശുവും പാലിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചത് ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക.
ഇനി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇതിലേക്ക് കശുവണ്ടിയും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയൊക്കെ നെയ്യിൽ വറുത്തിട്ടിടാം. അതുപോലെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ നെയ്യിൽ വറുത്തിട്ടിടാം. അപ്പോൾ ഇതിനൊരു വേറൊരു ടേസ്റ്റ് കിട്ടും. നല്ലൊരു നാടൻ ടേസ്റ്റിൽ കഴിക്കണമെങ്കിൽ ഈ രീതിയിൽ തന്നെ കഴിക്കണം, ഇതിലൊന്നും ചേർക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ രുചികരമായിട്ടുള്ള ഈ ഒരു ഗോതമ്പ് പായസം നമുക്ക് സദ്യയുടെ കൂടെയൊക്കെ വിളമ്പാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും തയ്യാറാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ഒരു പായസത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.